അവിടെ കൊണ്ടുപോ, അങ്ങ് കൊണ്ടുപോ, ഇവിടെയല്ല അവിടെ കൊണ്ടുപോ, സോഫയിൽ വയ്ക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വിലാജോ മാളിൽ പോയപ്പോൾ ഒരു ബാഗ് മേടിച്ചെന്ന് ഓഫറിൽ മിലാനോ നിന്ന്. അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഇതാണ് സംഭവം. എമ്രു ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന അല്ലേ എമ്രു? കുറച്ച് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാന്ന്. നല്ല അടിപൊളി കവറിങ് ഒക്കെയാണേ. പൊട്ടിച്ചൊക്കെ എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്യാം, കാരണം എമ്രു ഉള്ളതുകൊണ്ടേ നമുക്ക് ടൈം എടുത്തൊന്നും അൺബോക്സ് ചെയ്യാനുള്ള സമയമില്ല. ഇതാണ് സംഭവം. ബാഗ് അടിപൊളിയല്ലേ? ഇത് സത്യം പറഞ്ഞാൽ സാധാരണ നമ്മൾ എവിടെ പോയാലും ഓഫർ എന്ന് പറയുന്നത് buy 2 get 1 ഫ്രീ ആണല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ buy 2 get 1 ഫ്രീ ആയിരുന്നേ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് 2 എണ്ണം വാങ്ങിച്ചാൽ 1 എണ്ണം നമുക്ക് ഫ്രീ. അതിൽ അവർ പൈസ എടുക്കുന്ന, അതായത് പൈസ മീൻസ് റേറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സാധനമാണ് ഇപ്പം ഞങ്ങളെടുത്ത 2 ഷൂവും ഈ ഒരു ബാഗുമാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ഏതിനാണോ റേറ്റ് കൂടുതൽ ഇതായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. ബാഗ് ഞാൻ കാണിച്ചാൽ ഇവൻ കൊണ്ട് താഴെ വെച്ച്. അടിപൊളി ബാഗല്ലേ? ഇതാ കണ്ടല്ലോ അല്ലേ? സൂപ്പർ അല്ലേ? ഇതും കൂടെ ഇളക്കാം. ഫ്രണ്ട് ഇതാണ്. നിൽക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ബാഗ്. ഇതാ എമ്രു എടുക്കല്ലേ? ഉമ്മ ബാഗ് കാണിക്കട്ടെ. ഇത് ഇങ്ങനെ ലോക്കാണ്. ഇതാ അകത്ത് കുറച്ച് ചപ്പും ചവറും കാണുമല്ലോ, സ്വാഭാവികം. നിൽക്കുക, അമ്മ എടുക്കട്ടെ. ഇനിയുണ്ട് പേപ്പേഴ്സ്, എടുക്കാം. ഇനി എന്താണ് ഈ സൈഡ്? ഒരു നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെങ്കിൽ സ്ട്രാപ്പ് വരുന്നുണ്ട്. വീണ്ടും കുറേ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒരു കൈ കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തെടുക്കണം. അതാണ് ഭയങ്കര കഷ്ടപ്പാട്. തീർന്നില്ലേ ഇത്? ഇതെന്തോന്ന്? എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു സിബ് വരുന്നുണ്ട്. കൊള്ളാല്ലേ? അപ്പോൾ ബാഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കോമൻറ്റ് ചെയ്യണേ. ബാഗ് ഇങ്ങനെയും കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഞാൻ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടേ, കാണിച്ചു തരാം. ഇത് സ്ട്രാപ്പ് ആഡ് ചെയ്തതാണേ. നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രാപ്പ് ഇട്ടിട്ട് ലെങ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറ്റിയതാണേ. അതായത് buy 1 get 2 ഫ്രീ ആണ്. 1 എണ്ണം മേടിച്ചാൽ മതി. അതായത് അവിടെ മിലാനോയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും 1 എണ്ണം മേടിച്ചാൽ മതി, 2 എണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ വിലാജോ നിന്നാണ്, ഖത്തറുള്ള വിലാജോ മാളിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. അപ്പോൾ നിങ്ങൾക്കും, കാരണം ഇത്രയും നല്ല അടിപൊളി ബ്രാൻഡഡ് സാധനമാണല്ലോ നമുക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. എന്തുകൊണ്ടും കോളടിച്ച പോലെയാണ്. അതുകൊണ്ട് ഓഫറൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓഫർ കഴിയുന്നതിന് മുന്നേ വേഗം പോയി മേടിക്കണമെന്നുള്ളവർ മേടിച്ചോ ചേട്ടാ. ഞാൻ ഇനിയും പോയാൽ ഇനിയും മേടിക്കും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ വേറൊരു ഷൂവും മേടിച്ചെന്ന് ഒരു ഷൂവും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷൂ ആണെങ്കിൽ ഷൂ മേടിക്കാം, ബാഗ് വേണമെങ്കിൽ ബാഗ് മേടിക്കാം, സാധാ ചെരുപ്പാണെങ്കിൽ അതൊക്കെ മേടിക്കാവേ. അപ്പോൾ പെട്ടെന്ന് ഖത്തറിലുള്ളവരൊക്കെ മിലാനോയിലോട്ട് ഓടിക്കും. പിന്നെ ഇപ്പോൾ മിലാനോയിൽ മാത്രമല്ല, ഒരുപാട് ഷോപ്സിൽ ഇതുപോലെ ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ഓഫറേ ഉള്ളൂ. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ റീക്ക പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റീക്ക കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. എമ്രൂടെ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിലാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നത്. റീക്ക കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു, കാരണം നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണല്ലോ. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തൊരു ടേസ്റ്റാണ് ഞാൻ കഴിച്ചപ്പോൾ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത്ര ടേസ്റ്റ് വരാത്ത. ഇത് സവാളയാണ്. നമ്മൾ കുറച്ച് എണ്ണയിൽ ഒരു 7-8 വെളുത്തുള്ളിയും വറ്റൽമുളകില്ലേ, 2-3 വറ്റൽമുളകും സവാളയും അതുപോലെ 3 തക്കാളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് അത് ഉപ്പിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് താളിക്കുക. സിമ്പിൾ റെസിപ്പി അല്ലേ?
അല്ലേ, അതേപോലെ ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ ഇതുവരെ വച്ചതിൽ ഇത്രയും ടേസ്റ്റായിട്ട് എനിക്കൊരു ടൊമാറ്റോ ചട്നി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അനിയൻ ഊത്തപ്പമാണ് റീക്കാക്ക് കൊടുത്ത് വിടുന്നത്. പിന്നെ ചക്കയും കുറച്ച് ബദാമും കൂടെ വെച്ചേ. വാപ്പല്ലേ പോണ ഓഫീസില്? എവിടെ പോണ്? നീ എവിടെ പോണ്? എമ്ര എവിടെ പോണ്? എമ്ര കുഞ്ഞേ ബേബി എവിടെ പോണ്? വാ വാപ്പ ഓഫീസ് പോന്ന്. വാപ്പ ഓഫീസ് പോന്ന്. വാ വാപ്പ ഓഫീസിൽ പോന്ന്. വാ ഉമ്മ അടുത്ത് വാ. ടാറ്റയൊന്നും പറയണ്ട, ഇങ്ങോട്ട് വാ. ഉമ്മ അടുത്ത് വാ. വരൂല ഇരിക്കുന്നതൊക്കെ. ഉമ്മ അടുത്താ. പാവം വാപ്പ പോട്ട് സമയമായി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വെൽക്കം ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് വെൽക്കം ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എമ്രൂന് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇടയിൽ വന്നിരിക്കണം. അതുപോലെ തന്നെ പുറകിൽ പില്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കയറി ഞാൻ ഇങ്ങനെ കിടക്കുമല്ലോ, കിടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കയറി ഇരിക്കണം. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇടയിൽ വന്നിരിക്കണം, സുഖിച്ചിരിക്കണം. അല്ലേ എമ്രു അല്ലേ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. ഇങ്ങനെ എമ്രൂന് പുറകിൽ ഇങ്ങനെ ഇരിക്കണം, കാലൊക്കെ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ കളിക്കണം. അല്ലേ എമ്രു? ഞാൻ കിടക്കുമ്പോൾ എപ്പോഴും വരും ഇതുപോലെ എൻ്റെ മുടി. എമ്രു തല ഇടിക്കല്ലേ, പുറകിൽ വിൻഡോ ആണ്. ചവിട്ടല്ലേ, ഇങ്ങനെ ഓരോ ഗുസ്തിയൊക്കെ കാണിക്കും. ഇപ്പോൾ സമയം ഒരു 6:40 ആയിട്ടുണ്ട്. അപ്പോൾ വാപ്പ പോയതിന് ശേഷം ഉമ്മായും മോനും കൂടെ കുറച്ച് നേരം ടൈമൊക്കെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എമ്രുവിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണം, ചെയറിൽ വന്നിരിന്ന് പറയുമ്പോൾ അവൻ തന്നെ സ്വയം ചെയറിൽ കയറിയിരിക്കുവേ. ഞാൻ ഇതുപോലെ ആ ടേബിളൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. കണ്ട, ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണേ. പതുക്കെ ഇരുന്നാൽ മതി. ഇരുന്നു. ഇനി ബെൽറ്റും കൂടെ ഇടാൻ പഠിച്ചാൽ മതി. ബെൽറ്റ് ഇടാൻ അറിഞ്ഞൂടാ. ഓക്കെ ഉമ്മ ബെൽറ്റ് ഇട്ടിട്ട് തരാം കഴിക്കാൻ. ചോറുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ചോറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വലിയ ആളായിപ്പോയേ, സ്വന്തമായിട്ട് കഴിക്കണം, വാരി കൊടുക്കണ്ട. ഞാനിങ്ങനെ ടേബിളിൽ ഉരുള പിടിച്ച് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടേ ഇട്ട് കൊടുത്ത് അവൻ തന്നെ എടുത്ത് തനിയെ കഴിച്ചോളും. എമ്രു എടുത്ത് കഴിക്കുക, ചോറ് കഴിക്കുക. എന്തോ നോക്കുന്ന? ഞാൻ AC ഓഫ് ചെയ്ത്. നേരത്തെ ദോശ അതൊക്കെ അങ്ങനെ കഴിക്കുമെങ്കിലും ഞാൻ അങ്ങനെ ചോറ് ഞാൻ തന്നെയാണ് കൂടുതലും വാരി കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ അവന് ഞാൻ വാരി കൊടുക്കുമ്പോൾ അവന് സ്വയം കഴിക്കണം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് നല്ലത് തന്നെ, കഴിക്കട്ടെ എന്ന്. എനിക്കും ജോലി എളുപ്പമാണ്. പിന്നെ ജോലി എളുപ്പമെന്നല്ല, യഥാർത്ഥത്തിൽ ജോലി കൂടുതലാണ്. കുറച്ചൊന്ന് മെസ്സി ആവും. ഈ ടേബിളൊക്കെ കണ്ട കറിയൊക്കെ ആയാൽ ഇതുപോലെ യെല്ലോ കളറിലാവുമല്ലോ, അതൊക്കെ വാഷ് ചെയ്യണം. പിന്നെ ഇവൻ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തപ്പോൾ കയ്യിലും വായിലും കുറേ എടുത്തു വെച്ച് കളിക്കുകയൊക്കെ ചെയ്ത് ചോറേ. അപ്പോൾ അതൊക്കെ പിന്നെ കഴുകി ഡ്രസ്സൊക്കെ വേറെ ഇട്ട് കൊടുത്ത് മാറ്റി, അങ്ങനെ ഇരട്ടി പണിയുണ്ട്. പിന്നെ കുഴപ്പമില്ല, സ്വന്തമായിട്ട് കഴിക്കാനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ. എമ്രു എന്തോ നേണ് ഞാൻ പറഞ്ഞില്ലേ, ഇതാ എല്ലാം കഴിച്ചു കേട്ടോ. ലാസ്റ്റ് 2 ബോൾസ് ആയിട്ട് വെച്ചു കൊടുത്താൽ 2 വാ. അവൻ ഇതാ ഇവിടെ എന്താണ് നെറ്റി പിഴിഞ്ഞ് ചോറിഞ്ഞ ഒരവസ്ഥയാക്കി. ഇതൊക്കെയാണ്. കുഴപ്പമില്ല, വേലക്കാരി ജാനുവായ ഞാൻ ഉണ്ടല്ലോ, ഞാൻ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തല്ലേ പറ്റുള്ളൂ. ഇരിക്കാൻ പോവാം, പതുക്കെ പോയാൽ മതി. പതുക്കെ പൈപ്പ് ഓപ്പൺ ചെയ്യണേ. മതി, ഉമ്മ സ്റ്റൂളൊക്കെ എടുത്തിട്ടുണ്ട്. പൈപ്പ് ഓപ്പൺ ചെയ്. പൈപ്പ് ഓപ്പൺ ചെയ്. ഫസ്റ്റ് ഇതാ അവൻ്റെ എന്താണ് ബോഡി വാഷ്. ബോഡി വാഷ് എടുക്കും. കപ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സ്റ്റൂള് ഞാൻ അവിടെ നിന്ന് എനിക്കിരിക്കാനാണ്, ഇരുന്നാണ് കുളിപ്പിക്കുന്നത്. പുറം കഴുവാനാണ് ആക്ച്വലി. അപ്പോൾ അവൻ തന്നെ എനിക്ക് എടുത്ത് വെച്ച് തരുവേ. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ വന്നെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നത്. പൈപ്പ് ഓപ്പൺ ചെയ്യും, കാണിച്ചു തരാം. ഇന്നെന്താ ഓപ്പൺ ചെയ്ത എമ്മറു പൈപ്പ് ഓപ്പൺ ചെയ്യും.
എമ്മറു ആ ഓപ്പൺ ചെയ്. ആ കണ്ടോ പൈപ്പൊക്കെ ഓപ്പൺ ചെയ്ത്. ടടാ ടടാ ഉമ്മ വരട്ടാ, ഉമ്മ വന്നേ. ഇതിൻ്റെ അകത്ത് മാക്സിമം ഇവിടെ 80 kg ആണ്. അതുകൊണ്ട് എനിക്കും ഇരിക്കാം. അവനെ അതിൻ്റെ അകത്തിരുന്നാൽ എന്നെ അല്ലെങ്കിൽ റീക്കായി വിളിക്കും കളിക്കാൻ വരാൻ വേണ്ടിയിട്ട്, അല്ലേ അമ്രു? അങ്ങനെ നമ്മൾ കുറച്ച് രീതിയിൽ ഇരുന്ന് കളിക്കും. കളിക്ക് 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 കളിക്ക്. എമ്രുവിൻ്റെ തുണികൾ കഴുകിയിട്ടത് മടക്കി വെക്കണം, ആ ജോലിയുണ്ട്. അങ്ങനെ എമ്രുവിൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അവനെ ഒന്ന് ഈവനിങ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രഷ് ആക്കാറുണ്ട്. ഫ്രഷ് ആക്കി കുറച്ചേരം അവൻ കളിച്ചു. അവൻ ഇപ്പോഴും ബോൾ പിറ്റിരുന്ന് കളിക്കാൻ. ആ ഗ്യാപ്പിലാണ് ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഡിന്നറൊക്കെ കഴിക്കണം. പിന്നെ അവൻ ഇന്ന് ഉറങ്ങാത്തതുകൊണ്ട് എന്തായാലും നേരത്തെ ഉറങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും നേരത്തെ കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് നേരം ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ഇന്ന് റെസ്റ്റ് എന്ന് പറയുന്ന സാധനമേ കിട്ടിയിട്ടില്ലായിരുന്നു. Jump, Emru, jump. Jump, jump. Emru, jump. എനിക്കാണെങ്കിൽ വയറ് കത്തിയിട്ട് വയ്യ, നല്ല വിശപ്പ്. പിന്നെ ഞാൻ എന്തായാലും ദോശ ചുടാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അനിയൻ ഊത്തപ്പമാണേ ഞാനും കഴിക്കാൻ പോകുന്ന ഡിന്നറായിട്ട് കാണിച്ചു തരാം. എൻ്റെ ദോശ ഇവിടെ റെഡി ആവുന്നുണ്ട്, കാണാമല്ലോ അല്ലേ? അപ്പോൾ എമ്രുവിനെ എന്തെങ്കിലും ഒരു സ്പൂണും പാത്രവും കൊടുത്ത് വിടും. അപ്പോൾ എമ്രു അങ്ങ് അതും കൊണ്ട് പൊക്കോളുവേ. ആ ഗ്യാപ്പിലാണ് ഞാൻ ദോശ ഇടുന്നത്. ദോശ കരിയരുത്. എവിടെ ദോശ മറിച്ചിരട്ടെ. എമ്രു വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണും ഈ ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കൂടെ കൊടുത്തു. അങ്ങനെ എൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി മാക്കനെ ഒന്ന് വെട്ടി വിഴുങ്ങണം, നല്ല വിശപ്പുണ്ട്. ഗൈസ്, വെറും അതായത് ദോശ, പ്ലെയിൻ ദോശയോ അല്ലെങ്കിൽ ഗീ റോസ്റ്റൊക്കെ കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചട്നിയൊക്കെ തയ്യാറാക്കിയിട്ട് അനിയൻ ഊത്തപ്പം ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചട്നി മസ്റ്റ് ട്രൈ ആണ്, ഞാൻ റെസിപ്പി കൊടുത്തിരുന്നല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്ര ടേസ്റ്റ് വരാറില്ല. ഞാൻ യൂട്യൂബിലൊരു റെസിപ്പി നോക്കിയിട്ടാണ് ഇതിപ്പോൾ ട്രൈ ചെയ്തത്. തമിഴ് റെസിപ്പി എന്ന് അടിച്ചിട്ടാണ്, അതായത് എനിക്ക് വേണ്ട റെസിപ്പി തമിഴ് വീഡിയോ ആയിരിക്കണം ഒന്ന് നോക്കിയിട്ട് ഒരു ഷോർട്സ് കണ്ടിട്ടാണ് ഇപ്പം ഞാനത് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരുപാട് ഈ ഒരു ചട്നി റെസിപ്പി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലവർ പറയുന്നുണ്ട്, അതായത് എന്തൊന്ന് സ്കൂളിലൊക്കെ പണ്ട് പോകുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ഉച്ചവരെ ലഞ്ചിനെ. ഇത് ചീത്തായി പോകാൻ പാടില്ല, അങ്ങനെ ചീത്താക്കാതിരിക്കുന്ന ഒരു ചട്നിയാണെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തത്. കണ്ടപ്പോൾ നല്ല കളറായിട്ടൊക്കെ തോന്നിയോണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു അനിയൻ ഊത്തപ്പം ഉണ്ടാക്കിയത് തന്നെ റീക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. റീക്കയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പുറത്തൊക്കെ ദോശ കഴിക്കാൻ പോയാൽ ഞാൻ കൂടുതലും ഗീ റോസ്റ്റ് ആയിരിക്കും. റീക്ക ചിലപ്പം അനിയൻ ഊത്തപ്പം ആയിരിക്കും മോസ്റ്റ്ലി വാങ്ങാറുള്ളത്. അപ്പോൾ ഇന്നിപ്പം ഡ്യൂട്ടിക്ക് പോകാൻ നേരം ഞാൻ വിചാരിച്ച് ദോശ മാവിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് പ്ലെയിൻ ദോശ ഗീ റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ട, അനിയൻ ഊത്തപ്പം ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ റീക്കാക്ക് അനിയൻ ഊത്തപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. എന്തു പറ്റി? എമ്മറ് വന്നിട്ടുണ്ടേ കഴിക്കാൻ. അമ്മ ദോശ കഴിക്കുന്ന വാവ കഴിച്ചല്ലോ. സാധാരണ ഞാൻ ചായ ഒന്നും കുടിക്കൂലേ ഡിന്നർ കഴിച്ചാൽ. ഇന്നിപ്പോൾ ചായ ഇട്ടപ്പം കൂടുതലുണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ ദോശക്കല്ലിൻ്റെ പുറത്ത്, ഇതെൻ്റെ ഉമ്മ ചെയ്യുന്ന ഐഡിയ ആണ്. അതായത് ദോശക്കല്ലില്ലേ, ദോശക്കല്ലിൻ്റെ പുറത്ത് വയ്ക്കും നമ്മൾ. അതായത് ദോശ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചുട്ട് കഴിഞ്ഞാലേ, അപ്പോൾ ദോശയാണല്ലോ ദോശക്കല്ലിൽ ചുടുന്നത്. അപ്പോൾ ചുടുമ്പോഴത്തേക്കും ചുട്ടതിന് ശേഷം ഇതുപോലെ ജഗ് എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചേക്കും. അപ്പോൾ പിന്നെ ചായ ചൂടായി കിട്ടും, നമുക്ക് വേറെ ചായ ചൂടാക്കണ്ടല്ലോ. ഇവിടെ ഒരാൾ ആശാരി പണി തുടങ്ങിയിട്ടുണ്ട്. വാ, ഇന്നിപ്പോൾ ഇരുന്നോണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. വാ എമ്പ്രോ. സോ ഗൈസ്, ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. സമയം ഒരു 7:35 ആയിട്ടുണ്ട്. നല്ല ബോറടി, കാരണം കുറേ ദിവസം റീക്ക് ഉണ്ടായിരുന്നുകൊണ്ട് സമയം പോയതുപോലെ അറിഞ്ഞില്ല. ഇന്നിപ്പോൾ ഇവൻ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ മുതൽ ഞങ്ങൾ രണ്ടുപേരെയും വട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇന്നിപ്പം എന്തോ അൽഹംദുലില്ലാ റീക്ക പോയതിന് ശേഷം മുതൽ മിണ്ടാതെ നല്ല കുട്ടിയായിട്ട് നിൽക്കണമുണ്ട്. റീക്ക പറഞ്ഞിട്ടാണ് പോയത്, നല്ല കുട്ടിയായിട്ട് നിൽക്കണം, ഉമ്മായ ഇട്ട് മെൻ്റലാക്കരുത്. അങ്ങനെ ഇവിടെ നിന്ന് കറങ്ങുകയാണേ, ഇപ്പം തല ഇറങ്ങി വീഴും. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവ എന്തായാലും ഉറങ്ങാത്തതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണേ. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അമൃത ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനും പോയി കിടക്കും കേട്ടോ, വേറെ ഒന്നുമില്ല. ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് കിടക്കും, അത്ര തന്നെ. റീക്ക ഇനി 2-3 മണിയൊക്കെ ആവും രാത്രി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം.